വിചിത്രദണ്ഡ്. വിചിത്രദണ്ഡ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ ശിക്ഷ അല്ലെ, വ്യത്യസ്തമായ ഒരു ശിക്ഷ, അതിനെ കുറിച്ചാണ് പറയുന്നത്. एक बार महाराजा रणजीत सिंह की सवारी शहर के बीचों बीच से निकल रही थी. एक बार ഒരു തവണ, ഒരു പ്രാവശ്യം, രൺജീത് സിംഗ് की सवारी, രൺജീത് സിംഗ് എന്ന് പറഞ്ഞ രാജാവ് അത് അതിലെ കൂടി കറങ്ങാൻ വേണ്ടിയിട്ട് ഷഹർ കെ ബീച്ചോ ബീച്ച് സേ നിക്കൽ രഹി തി, ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്, എല്ലാവരും ഒന്ന് പ്രജകളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആരാണ് ഇറങ്ങിയത്? രാജാവ്, മഹാരാജാവായ രൺജീത് സിംഗ്. കേട്ടല്ലോ? വീഡിയോ ആരും ഓഫ് ചെയ്യരുത്. വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് പെർമിഷൻ നിങ്ങൾ വാങ്ങിയിരിക്കണം. വെറുതെ അവിടെ ഇരുന്നിട്ട് വീഡിയോ ഓഫ് ചെയ്ത് വേറെ എവിടുന്ന് ഗുസ്തി കളിക്കാൻ നിൽക്കണ്ട. അബ്ദുൽ ബാസിത്ത് വീഡിയോ ഓൺ ചെയ്. ക്രിസ്റ്റി, എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം ആണെങ്കിൽ മിസ്സിന് കൃത്യമായിട്ട് വിവരം തരണം. നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേരൻസ് വിളിച്ച് പറയാം. ക്രിസ്റ്റി, ഇത്ര സമയം എന്താ വീഡിയോ ഓഫ് ചെയ്തെടുക്കുന്നേ? ഇപ്പോഴാണ് ഇത്രയും സമയം ഓഫ് ആണെന്നല്ലോ ഉണ്ടായിരുന്നത്. ക്രിസ്റ്റി ഞാൻ കണ്ടില്ലേ ഇല്ലല്ലോ. നെറ്റ് ഇല്ലാത്തവര് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം ഉള്ളവര് കൃത്യമായിട്ട് വിവരം തരണം. വെറുതെ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കളിച്ചു കൂട്ടാനാണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട. ഓക്കെ, നോക്കുക. അപ്പൊ എന്താണ്, രൺജീത് സിംഗ് ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒരു തവണ ടൗണിലേക്ക് ഒന്ന് എല്ലാവരും ഒന്ന് പ്രജകളെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലെ. ഉൻകെ രഥ് കെ ദോനോ മോർ സൈനികോം കി ടുക്കടിയാം ചൽ രഹി തി. അദ്ദേഹത്തിന്റെ രഥത്തിന്റെ രണ്ടു ഭാഗത്തു കൂടി ആരുണ്ടാവും? ഒരു രാജാവ് പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോ തനിച്ചാണോ പോവുക? തനിച്ച് ബൈക്ക് എടുത്ത് അങ്ങ് പോവുക, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണോ? നോ. പിന്നെ എങ്ങനെയാണ് രാജാവ്? കാവൽക്കാരുണ്ടാവും അല്ലെ, രാജാവിന് തനിച്ചു വിടില്ല. അപ്പൊ ഇവിടെ ചുറ്റുഭാഗത്ത് നാലു ഭാഗത്തും എന്തുണ്ടായിരുന്നു? രണ്ടു ഭാഗത്തും സൈനികരുണ്ട് അല്ലെ. ഷഹർ കെ ലോഗ് അപ്നെ മഹാരാജ് കെ ദർശനോ കെ ലിയെ സടക് പർ ജമാ ഥേ. അപ്പൊ രാജാവ് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ വരികയാണോ ചെയ്യുന്നത്? അപ്പൊ മുന്നറിയിപ്പ് കൊടുക്കും അല്ലെ, ജനങ്ങൾക്ക് കൊടുക്കും അല്ലെ, രാജാവിതാ എഴുന്നള്ളുന്നു അല്ലെ, അങ്ങനെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വിവരം കിട്ടിയത് കൊണ്ടാവാം എന്താണ്, ഈ രാജാവിനെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അചാനക് ഏക് പത്ഥർ മഹാരാജ് കെ മാഥേ പർ ലഗ. മാഥേ, ധേ രണ്ടാമത്തെ ധായാണ് അല്ലെ. മാഥേ, മാഥ മീൻസ് നെറ്റിത്തടം. നമ്മ വേറൊരു വാക്ക് പഠിച്ചു, മാത. മാത പറഞ്ഞാൽ അമ്മ, മാതാജി അല്ലെ. ഇത് മാഥേ, രണ്ടാമത്തെ ധായാണ്. മാഥേ എങ്ങനെ ഉച്ചരിക്കേണ്ടത്? മാഥേ. മാഥേ പറഞ്ഞാൽ നെറ്റിത്തടം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അചാനക് ഏക് പത്തർ മഹാരാജ് കെ മാഥേ പർ ലഗ. ഈ ടൗണിൽ എത്തിയ സമയത്ത് പെട്ടെന്ന് ഒരു കല്ല് രാജാവിന്റെ നെറ്റിയിൽ വന്ന് വീണു. ഉൻകെ മാഥേ സേ ഖൂൻ ചുചുകാനേ ലഗ. അപ്പൊ നെറ്റി മുറിഞ്ഞു, നെറ്റിത്തടത്തിന് എന്ത് വരാൻ തുടങ്ങി? ബ്ലഡ് ഇങ്ങനെ ഒഴുകിയാണ്. ലോഗോനെ കഹ, ജനങ്ങൾ പറഞ്ഞു, പക്കടോ, പിടിക്കൂ. പക്കടോ പറഞ്ഞാല് പിടിക്കൂ. കിസ്നെ മഹാരാജ് കോ പത്തർ മാരാ ഹെ. ആരാണ് രാജാവിനെ കല്ലെറിഞ്ഞത്? പക്കടോ, അവരെ പിടിക്കൂന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞു. സൈനികോനെ ഏക് ബുഡിയാക്കോ പക്കടില്ല. സൈനികരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച അവസാനം ഒരു വൃദ്ധയായ സ്ത്രീയെയാണ് കൊണ്ടുവന്നത്. ബുഡിയ, ബുഡിയ എന്ന് പറഞ്ഞാൽ വൃദ്ധ, ഒരു വൃദ്ധയെ കൂട്ടിക്കൊണ്ടുവന്നു. ബുഡിയ ഭൈ സേ കാമ്പത്തി ഹുയി മഹാരാജ് കെ രഥ് കെ സാമനെ പഹുഞ്ചി. ബുഡിയ പേടിച്ച് വിറച്ചുകൊണ്ട്, ഭൈ സേ കാമ്പത്തി ഹുയി, പേടിച്ച് വിറച്ചുകൊണ്ട്, മഹാരാജ് കെ രഥ് കെ സാമനെ, മഹാരാജാവിന്റെ രഥത്തിന്റെ മുന്നില്, പഹുഞ്ചി എത്തിച്ചേർന്നു. ആ സോർ സോർ സേ രോനെ ലേഗി. സോർ എങ്ങനെ വായിക്കേണ്ടത്? സോർ, സെഡ്. ജാന്റെ ഇടയിൽ ഒരു കുത്തുണ്ട്, ജാന്റെ ഇടയിൽ ഒരു ഡോട്ട് ഉണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഉച്ചരിക്കേണ്ട? ജായല്ല, സ, സെഡ്, സ. അപ്പൊ സോർ സോർ സേ.
എന്താ സോർ 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 എന്നാൽ ഉറക്കെ ശക്തിയായിട്ട്. രോനയിലേക്ക് കരയാൻ തുടങ്ങി. കോൻ ആരായിരിക്കും കരയാൻ തുടങ്ങിയത്? ആരെ ഉറക്കെ പറഞ്ഞേ, ആരാണ് ഇപ്പൊ കര തുടങ്ങിയത്? വൃദ്ധ, ബുഡിയ അല്ലേ? വൃദ്ധ. ചമ്പിലെ മുടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് മോനെ. മോൻ ക്ലാസ് ശ്രദ്ധിക്കേ. अरे क्या बात है कहकर महाराज जद से नीचे उतरे. എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് മഹാരാജാവ് രഥത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താ കാരണം? എന്തിനാണ് എറിഞ്ഞത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉനെ ദേഖ്കർ ബുഡിയ ഉൻകെ പൈരോ മേം ഗിർ പടി. രാജാവിനെ കണ്ടതും വൃദ്ധ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാലുകളിലെ വീണു. എന്തിനായിരിക്കും വീണത്? അദ്ദേഹത്തെ വലിച്ചു വിടാനാണോ? കാല് വലിച്ചങ്ങ് വാരി റോഡുമേൽ ഇടാന്ന് വെച്ചിട്ടാണോ? എന്തിനായിരിക്കും പിന്നെ കാലിന് വീണത്? ക്ഷമിക്കണമെന്ന് പറയാനല്ലേ? മാപ്പ് അപേക്ഷിക്കാൻ, തെറ്റ് ചെയ്തതിന് കുറ്റം ഏറ്റു പറയാൻ വേണ്ടിട്ടാണ് കാലിന് വീണത്, അല്ലാതെ വേറൊന്നുമല്ല. മഹാരാജിനെ ബുഡിയാക്കോ ഉടായ. മഹാരാജ് ബുഡിയെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ടോ ആർ പോലെ എന്നിട്ട് പറഞ്ഞു, മാം അമ്മേ തുമ്നെ ഭലാ മുझे പത്തർ ക്യോ മാരാ. എന്തിനാണ് അമ്മേ എന്നെ കല്ലുകൊണ്ട് എറിഞ്ഞത്? ക്യാ അപരാധ് ഹേ മേരാ. എന്ത് തെറ്റാണ് അമ്മയോട് ഞാൻ ചെയ്തതെന്ന് ആര് ചോദിച്ചു? രാജാവ്. ആരോടാ ചോദിച്ചത്? വൃദ്ധയോട്. അമ്മേ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലുകൊണ്ട് എറിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോഴെന്താ മറുപടി പറയാൻ നോക്കാം. മുझे മാഫ് കരേ മഹാരാജ്. എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ, എന്നോട് ക്ഷമിക്കൂ അങ്ങുന്നേ. മൈനെ പത്തർ ഊസ് ആം കെ പേട് പർ മാരാ ഥാ. ഞാൻ ആ കല്ല് എവിടെയാണ് എറിഞ്ഞത്? മൈനെ പത്തർ ഊസ് ആം കെ പേട് പർ മാരാ ഥാ. ഞാൻ എവിടെയാ കല്ലെറിഞ്ഞത്? ആ മാവിന്റെ മുകളിലേക്കാണ് ഞാൻ കല്ലെറിഞ്ഞത്. എന്തിനാണ്? നിശാന ചുക്ക് ഗയാ ഔർ പത്തർ ആപ്കോ ലഗ് ഗയാ. എന്തിനായിരിക്കും മാവിന്റെ മുകളിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ടാവുക? നമുക്കതറിയാം അല്ലേ? മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മ കല്ല് പറക്കി എറിഞ്ഞിടും അല്ലേ? അല്ലേ? നമുക്കതൊരു ഇഷ്ടമാണല്ലേ? മാങ്ങ ഒരു കല്ല് പറക്കി എറിയുന്നത് ഒരു ഇഷ്ടമാണല്ലേ? എല്ലാരും അറിയാതെ ഒന്ന് എറിഞ്ഞു പോകും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നിശാന ചുക്ക് ഗയാ ഔർ പത്തർ ആപ്കോ ലഗ് ഗയാ. ഞാൻ ആ മാവിന്റെ മുകളിലേക്കാണ് കല്ലെറിഞ്ഞത്. നിർഭാഗ്യവശാൽ ആ കല്ല് അങ്ങയുടെ നെറ്റില് കൊണ്ടതാണ്. ബുഡിയ ഫിർ രോനയിലേക്ക്. അത് പറഞ്ഞ ഉടനെ വീണ്ടും ആര് കരയാൻ തുടങ്ങി? ബുഡിയ. പർ മാം ഐസി ബി ക്യാ ജൽദി തീ. പക്ഷെ അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്? സവാരി തോ നികൽ ജാനേ ദി ഹോതി തീ. ഞാൻ പുറപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? മഹാരാജ രൺജീത് സിംഗിനെ പൂച്ച. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രാജാവ് വരുമ്പോ എന്താ മുൻകൂട്ടി പറയല്ലേ? ഇല്ലേ? മുൻകൂട്ടി വിവരം കൊടുക്കില്ലേ? ഇതാ രാജാവ് എഴുന്നള്ളുന്നു എന്നൊക്കെ പറയല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? മഹാരാജ് മേരാ ഇക്കലൗത്ത ബേട്ട. ഇക്കലൗത്ത ബേട്ട എന്ന് പറഞ്ഞാൽ ഏക സന്താനം, ഏക മകൻ. എനിക്കൊരു മകനേ ഉള്ളൂ. മേരാ ഇക്കലൗത്ത ബേട്ട. എന്റെ ആ മകൻ എന്താണ്? ദോ ദിൻ സേ ഭൂഖ. എബിൻ എന്തു പറ്റി? എന്താ അങ്ങോട്ട് നോക്കുന്നേ? അപ്പൊ എന്റെ മകന് എന്ത് പറ്റി? ദോ ദിൻ സേ ഭൂഖ ഔർ ബീമാർ ഹേ. 2 ദിവസമായിട്ട് വിശപ്പിലാണ്, പട്ടിണിയിലാണ്. പിന്നോ അസുഖമുണ്ട്, അവന് സുഖമില്ല. എന്റെ ഏക മകൻ, ആ മകന് 2 ദിവസമായി പട്ടിണിയിലാണ്, വിശപ്പാണ്, അതുപോലെ അസുഖമുണ്ട്. മേ മുസേ ഖാനെ കോ കുച്ച് ന ദേ സകി. എനിക്ക് അവന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല. വഹ ഭൂഖ് സേ തടപ് രഹാ ഹൈ. അവൻ വിശന്നിട്ട് അവിടെ പെടയുകയാണ്. मैं काम तोड़कर उसे देना चाहती थी कि अचानक आपकी सवारी आ गई. ഞാൻ ഒരു മാങ്ങ അവന് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതും അപ്പോഴാണ് താങ്കൾ ഇങ്ങോട്ട് സവാരിക്കായിട്ട് ഇറങ്ങിയതും. അതാണ് പ്രശ്നം.
എന്റെ മകൻ വിശന്നിരിക്കുകയാണ്. അപ്പൊ അവനൊരു മാങ്ങയെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട്, അത്രയും വിശന്നിരിക്കുന്നവർക്ക് ഒരു മാങ്ങ പറയുമ്പോ ഒരു ആശ്വാസല്ലേ. അതേ കൊടുക്കാനില്ലു, മറ്റു വീട്ടിലൊന്നും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ മക്കളെ, ആ അവസ്ഥ, കുട്ടിയുടെ അവസ്ഥ. നിങ്ങൾക്കാണെങ്കിലോ, നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ട്, പക്ഷെ തിന്നാനാവുന്നില്ല അല്ലെ, തിന്നാറില്ല. ഒന്ന് എന്ത് തരുമ്പോൾ അത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, മറ്റത് മതി. എന്തെങ്കിലും തരുമ്പോ അത് വേണ്ട, വേറെ വേണമെന്ന് പറയും അല്ലെ. ഒരു തവണ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ മക്കള്, കുട്ടികള്, വിശന്നിരിക്കുന്ന മക്കളുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ, നിങ്ങളുടെ ഇവിടെയല്ല, വേറെ എവിടെയൊക്കെയോ സ്ഥലങ്ങളില് വിശന്നിട്ട് പട്ടിണിയില്, അതായത് വയറ് മുറുക്കി കെട്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളുടെ ഭക്ഷണം ഒക്കെ വേസ്റ്റ് ആക്കി കളയുമ്പോ ഒക്കെ ചിന്തിക്കാറുണ്ടോ നിങ്ങള്? നിങ്ങൾ എത്രയാ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയുന്നത്? നിങ്ങൾക്ക് അതിന്റെ ചൂടറിയില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ പോലെയുള്ള പ്രായത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാരെ പോലെ കണക്കാക്കുന്നവര് എത്രയോ കുട്ടികള് എവിടെയൊക്കെയോ 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ അലഞ്ഞു നടക്കുന്നവരും, അതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നേരാവണ്ണം അതായത് വിശന്നിട്ട് ഉറങ്ങാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, വേസ്റ്റ് ആക്കി കഴിയുമ്പോഴും, അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇന്ന ഭക്ഷണം വേണ്ട, വേറെ ഭക്ഷണം വേണം എന്ന് പറയുമ്പോഴോ ചാടി പിടിക്കുമ്പോഴൊക്കെ ചിന്തിക്കുക, ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ ലോകത്തുണ്ട് എന്നത് കേട്ടോ. ശ്രീദേവി, ഒന്ന് നേരെ നിന്റെ മുഖം കാണിട്ട് ശ്രീദേവേ. നീ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറഞ്ഞിരിക്കേണ്ട ആവശ്യം ഒളിച്ചു കളിക്കുന്നുണ്ടാ നീ? നേരെ ഇരുന്നേ, നിന്റെ മുഖം ഒന്ന് ശരിക്കും കാണട്ടെ. കുറച്ചും കൂടി വന്നേ, കുറച്ചും കൂടി. ഓക്കെ. മടി. ക്രിസ്റ്റിന്റെ മുഖം കാണുന്നില്ല, എനിക്ക് മുടിയൊന്നല്ല കാണണ്ടേ, എനിക്ക് നിന്റെ മുഖം കാണണ്ടേ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, ആ കുട്ടിക്ക് മാങ്ങ ഒന്നെങ്കിൽ തൽക്കാലം പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വന്ന് കല്ലെറിഞ്ഞത് അല്ലേ. അത് പറയലും വീണ്ടും ആര് കടണെങ്കിൽ ഈ വൃദ്ധ അല്ലേ. മഹാരാജ് കുച്ച് ദേർ തക് ചുപ് രഹേ. ഇത് കേട്ടപ്പോഴും മഹാരാജ് കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഫിർ രാജമന്ത്രി പോലെ എന്നിട്ട് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, വൃദ്ധ കോ പര്യാപ്ത ദണ്ഡ് ദിയാ ജായേ തഥാ ബച്ചേ കെ സ്വാസ്ഥ്യ കാ പ്രബന്ധ കിയാ ജായേ. ഈ അമ്മയ്ക്ക്, ഈ വൃദ്ധയ്ക്ക് ആവശ്യമായ ധനം, പണം, സമ്പത്ത് കൊടുക്കുക. അതുപോലെ കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി അതിനുള്ള ചികിത്സയ്ക്കുള്ള ഏർപ്പാടുകളും ചെയ്യണമെന്ന് രാജാവ് മന്ത്രിയെ വിളിച്ചു പറഞ്ഞു. നല്ല കാര്യല്ലേ? നല്ല കാര്യല്ലേ ചെയ്തത്? അതെ. വിചിത്ര ദണ്ഡ് സുൻകർ. ഈ വിചിത്രമായ ശിക്ഷ, ഒരു രാജാവിനെ കല്ലെറിഞ്ഞപ്പോൾ കിട്ടിയ ശിക്ഷയാണിത്. എന്താ ശിക്ഷ? ഒരു വിചിത്രമായ ശിക്ഷയാണ് അല്ലെ. തടവും അല്ലെങ്കിൽ ജയിൽ ശിക്ഷ ഒന്നും അല്ല കൊടുത്തത്. പിന്നെന്താ ചെയ്തത്? അവരെ നോക്കാൻ വേണ്ടി അവർക്ക് ചെലവിനുള്ള പൈസ കൊടുക്കാനാണ് പറഞ്ഞത് അല്ലെ. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് എന്ത്? വിചിത്ര ദണ്ഡ് എന്ന് ഈ ലെസന്റെ പേര്. വിചിത്രമായ ഒരു ശിക്ഷയാണ്, നമ്മൾ വിചാരിക്കാത്ത ഒരു ശിക്ഷയാണ് ആ രാജാവ് കൊടുത്തത്. യഹ് വിചിത്ര ദണ്ഡ് സുൻകർ സബ് ചകിത് രഹ് ഗയേ. എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം വൃദ്ധയെ തുറുങ്കിലടക്കുന്നു അങ്ങനെ എന്തോ ആണ് എല്ലാവരും വിചാരിച്ചത്. കാരണം രാജാവിന്റെ നെറ്റിയല്ലേ മുറിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ആ വൃദ്ധയ്ക്ക് ജീവിക്കാനുള്ള പൈസ, സമ്പത്തൊക്കെ കൊടുക്കാനാണ് അവര് നിർദ്ദേശിച്ചത് അല്ലെ. അപ്പൊ എല്ലാവരും അത് കേട്ടപ്പോഴേ ആശ്ചര്യപ്പെട്ടു പോയി. ബുഡിയാക്കി ആംഗ്യം സെ ജർ ജർ ആംസു ബഹ്നിലകെ. ആ വൃദ്ധയുടെ കണ്ണുകളിൽ നിന്നാണെങ്കിൽ കണ്ണീര് ഒഴുകാൻ തുടങ്ങി. എന്ന് പറയുമ്പോ എന്താ അതിനർത്ഥം? അവിടെ എന്തെങ്കിലും പൊട്ടിപ്പോയോ കണ്ണിന്ന്? എന്താ കണ്ണീര് കൂടുതൽ ഒഴുകൽ എങ്ങനെയാണെടാ? നിങ്ങൾക്കെല്ലാം അറിയില്ലേ? നിങ്ങൾക്കെല്ലാം അത് നല്ല ശീലമില്ലേ അല്ലേ? കണ്ണീര് കുറച്ചൊഴുക്കാനും കൂടുതൽ വിഷമം വരുമ്പോഴും അല്ലെ. നമ്മൾ ചിലപ്പോ നല്ലോണം സന്തോഷമുള്ള സമയത്ത് നമ്മളെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വരും അല്ലെ, കണ്ണീര് വരും. ഇവിടെ എന്താണ്? കൂടുതൽ സങ്കടം എല്ലാം കൂടി ആയപ്പോഴേ അതിന്റെ കരച്ചിലായിരുന്നു കൂടുതൽ കണ്ണീര് വന്നു എന്ന് പറഞ്ഞത്. മുജെ ദണ്ഡ് ദേ മഹാരാജ് മൈനെ ആപ്കോ പത്തർ മാരാ ഹെ. പക്ഷെ എന്താണ് വൃദ്ധ പറഞ്ഞത്? എന്നെ ശിക്ഷിക്കൂ മഹാരാജാവേ, ഞാൻ അങ്ങയെ കല്ലെറിഞ്ഞവളാണ്. ബുഡിയാനെ ഗിഡ്ഗിഡാത്തെ ഹുയേ കഹ. ആ വൃദ്ധ യാചിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ ശിക്ഷിച്ചോളൂ, ഞാൻ കല്ലെറിഞ്ഞവളല്ലേ. മഹാരാജിനെ വൃദ്ധാക്കെ ആംസു
अपनी पगड़ी के चोर से पहुंचे और बोले അദ്ദേഹം എന്താ ചെയ്തത് ആ വൃദ്ധയുടെ കണ്ണുനീര് തന്റെ ഷാല് കൊണ്ട് രാജാവിന്റെ ഷാല് കണ്ടിട്ടുണ്ടോ ദുപ്പട്ട കണ്ടിട്ടുണ്ടോ രാജാവിന്റെ വേഷത്തിലുണ്ടാവും അല്ലെ ഒരു ഷാല് അതിന്റെ അറ്റം കൊണ്ട് അവരുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞു ആര് രാജാവ് എന്നിട്ട് അമ്മയോട് പറഞ്ഞു മാം അമ്മേ आम का वृक्ष जब जड़ होकर भी पत्थर मारने से मीठे फल दे सकता है നല്ലൊരു ഗുണോപദേശമാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അമ്മേ ഒരു മാവ് അതായത് മാവിനെ ചെറുതല്ല അത് വലുതായി കഴിഞ്ഞാല് വളരെ ഉയർന്ന സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാല് അതെന്താവും അതില് മാങ്ങകൾ നല്ല പഴുത്ത മാങ്ങകള് സൂര്യദേവേ പെണ്ണിന്റെ ടോപ്പൊന്നും വായിലിട്ടിട്ട് എനിക്ക് മിസ്സിനൊന്നും ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ പിന്നെ ആ മാങ്ങകള് ആ മധുരമുള്ള മാങ്ങകള് പിന്നീട് നമ്മൾ കല്ലെറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് മാങ്ങകൾ കിട്ടും അല്ലേ ആ മരം നമുക്ക് മാങ്ങ തരും ഒരു കല്ല് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ നമുക്ക് മാങ്ങയാണ് തരുന്നത് അപ്പോ അതേപോലെ നെക്സ്റ്റ് പേജില് മനുഷ്യ ഹോക്കർ ബി തുമേ കുച്ച് നഹീ ദേ സക്താ പക്ഷെ ഞാൻ എന്താ കാര്യം ഞാൻ ഒരു മനുഷ്യനായിട്ട് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നോ ആ രാജാവ് ചോദിക്കുകയാണ് ഒരു മാവാണെങ്കിൽ വളർന്നു വലുതായി കഴിഞ്ഞാൽ ആ മാവിനൊരു കല്ലെറിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പകരം മാങ്ങ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രയും വലുതായിട്ട് ഒരു മനുഷ്യനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും തന്നോ മേൻതോ തുമാരാ ഋണീഹും മാം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു തുമ്നെ തോ മുझे കർത്തവ്യ ബോധ ദിയാ ഹെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളാണ് എനിക്ക് എന്റെ കർത്തവ്യബോധം തിരിച്ചു തന്നത് മേ ശർമിന്ദാഹും എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നും നാണക്കേടാവും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ മേ അപ്നി പ്രജാ കേ ലിയേ പേട്ട് പർ ഭോജൻ ഭീ നഹീ ചുടാ സക്ത ഞാൻ എന്റെ പ്രജകളുടെ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ഇതുവരെ അന്വേഷിച്ചില്ലായിരുന്നു കഹ്കർ മഹാരാജ് മുസ്കുരായെ അതും പറഞ്ഞുകൊണ്ട് മഹാരാജാവ് പുഞ്ചിരിച്ചു വൃദ്ധാബി ധീരസെ മുസ്കുരാതി അപ്പൊ അത് കേട്ടപ്പോഴേ വൃദ്ധയ്ക്കും ചിരി വന്നു ലോക് മഹാരാജയ്ക്ക് ജയ് ജയകാർ കർണയിലേക്ക് ജനങ്ങളെല്ലാവരും അത് കേട്ടപ്പോഴേ ജയ് ജയ് മഹാരാജാവ് എന്ന് വിളിക്കാൻ തുടങ്ങി ജയ് ജയ് വിളിക്കാറില്ലേ ആ ജയകാരം അല്ലേ അത് കേട്ടപ്പോഴേ ജയ് ജയ് എന്ന് ജനങ്ങളെ വിളിക്കാൻ തുടങ്ങി വിചിത്രദണ്ഡ് എന്നുള്ള ലെസൺ മനസ്സിലായോ നീലാഞ്ജനക്കും സോറി ദേവാഞ്ജനക്കും മനസ്സിലായി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുണ്ട് ഒരു നീലാഞ്ജനമള അതാ എപ്പോഴും എനിക്ക് ദേവാഞ്ജന പറയുമ്പോ നീലാഞ്ജന വരുന്നത് സിനാനെ മനസ്സിലായോ മോനെ വിചിത്രദണ്ഡ് ലെസൺ മനസ്സിലായോ ക്ലിയർ ആയെങ്കിൽ മാത്രമേ മനസ്സിലായെന്ന് പറയാവൂ കേട്ടോ നിഹാലിനോ ഓക്കെ ഫാത്തിമ കൃപ മനസ്സിലായി ഓക്കെ സൂര്യദേവ് ശ്രീദേവ് ഓക്കെ ശ്രീദേവിന്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ ആഷിൻ ക്ലിയർ ആയില്ലേ മോനെ ആഷിൻ മനസ്സിലായി ആദിദേവ് ഓക്കെ ഓക്കെ സെറ ലെസൺ മനസ്സിലായോ സെറക്ക് വിചിത്രദണ്ഡ് കഥ ഓർമ്മയുണ്ടോ എന്താണ് മിസ് പറഞ്ഞത് ഒന്ന് മലയാളത്തിൽ മിസ്സിന് പറഞ്ഞു തരാൻ പറ്റും ആരോണ് മനസ്സിലായി അലിനക്ക് മനസ്സിലായി എബിൻ ബിജു ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി അല്ലെ ക്രിസ്റ്റി വീഡിയോ ഓഫ് ചെയ്തു ആൻഡ്രോസ് ഓക്കെ ഒന്ന് ആ കഥ ഒന്ന് മലയാളത്തിൽ മിസ്സിന് ഒന്ന് പറഞ്ഞു തരാമോ ഓർമ്മയുണ്ടോ ദേവപ്രിയ മനസ്സിലായില്ലേ ലെസൺ ദേവാഞ്ജന പറയും പിന്നെ ആര് പറയുന്നില്ല ഒരു ഉറപ്പുള്ളവർ പറഞ്ഞേ അൽനക്ക് പറയാൻ അറിയാം പിന്നെ ആരാ പറയാന്നെ ഷെഫി ഓക്കെ സെറ പറയോ സെറ സൊറ പറയുന്നല്ലേ സെറ പറയാനാവുമോ കഥ ഒരു മിനിറ്റ് ഫാത്തിമ ഉണ്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഫാത്തിമ ഒന്ന് ബിസിനൊന്ന് പറഞ്ഞേ കഥ ഒന്ന് വേഗം ചുരുക്കി പറഞ്ഞേ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുത്തേ ഒന്ന് അതിന്റെ മലയാളം കഥ ഫാത്തിമ
മഹാരാജാവ് അവരുടെ നഗരത്തിലേക്ക് വരുമ്പോ സവാരി പ്രജകളൊക്കെ കാണാൻ വരുന്നത് വൃദ്ധയായ സ്ത്രീ അവരെ നെറ്റിയിലേക്ക് കല്ല് കൊണ്ടു, മാവിനറിയാൻ പോയ കല്ല്. അങ്ങനെ മഹാരാജാവ് അവരുടെ സൈന്യത്തിനോട് പറഞ്ഞു, ആരാ എന്റെ നെറ്റിയിൽ കല്ലെറിഞ്ഞത്, വേഗം പോയി പിടിച്ചിട്ട് വന്നു. ഒരു മിനിറ്റ്, രാജാവല്ലാതെ പറഞ്ഞത് അതിന് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ജനങ്ങളാണ് പറഞ്ഞത് രാജാവിനെ കല്ലെറിഞ്ഞവരെ പിടിക്കൂ. എന്നിട്ട് അവരെ പിടിച്ചു കൊണ്ടുവന്നു രാജാവിന്റെ മുന്നിൽ നിർത്തി. ഇപ്പൊ രാജാവ് എന്താ ചോദിക്കുന്നത്? അമ്മ, നിങ്ങൾ എന്തിനാ എന്നെ കല്ലെറിഞ്ഞത്? ഞാൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തത്? എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പൊ ആ അമ്മ പറഞ്ഞു, എന്റെ മകന് 2 ദിവസമായി പട്ടിണിയിലാണ്, അവൻക്ക് അസുഖവുമാണ്. അതിനാൽ ഞാൻ അവൻക്കൊരു മാങ്ങ പറിക്കാൻ മാവിലോട്ട് കല്ലെറിയുന്നപ്പോഴാണ് അങ്ങ് സവാരി ചെയ്യാൻ വന്നത് അല്ലേ? എന്നിട്ട് അതിനെന്താണ് ശിക്ഷ കൊടുത്തത്? മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ആവശ്യമുള്ള സമ്പത്തും പണവും നൽകിയിട്ട് അവരുടെ മകന് ആരോഗ്യം നിലനിർത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണമെന്ന ശിക്ഷയാണ് കൊടുത്തത്. എന്നിട്ടോ അപ്പൊ അമ്മ എന്താണ് അപ്പൊ മറുപടി പറഞ്ഞത്? അമ്മ എന്താ പറഞ്ഞത്? വീണ്ടും കരഞ്ഞുകൊണ്ട്, എന്നെ ശിക്ഷിക്കണം മഹാരാജാവേ, ഞാൻ അങ്ങയെ കല്ലെറിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്താണ് രാജാവ് അതിന് കൊടുത്ത മറുപടി? ആഷിൻ വീഡിയോ ഓൺ ചെയ്. കൃപ ഡാൻസ് കളിക്കുകയാണല്ലേ? കഥ കേട്ടിട്ട് ഡാൻസ് കളിക്കുക. എന്താണ് അതിന് ലാസ്റ്റ് പറഞ്ഞ രാജാവ് പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ അമ്മയുടെ മുന്നിൽ ലജ്ജ നാണക്കേടാവുന്നു അല്ലേ നിൽക്കുമ്പോഴ്? കാരണം ഒരു മാവ് വലുതായി കഴിഞ്ഞാല് മനുഷ്യർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? കല്ലെറിയുമ്പോഴേ നല്ല പഴുത്ത മാമ്പഴങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വലുതായിട്ട് ഇത്രയും വലിയ മനുഷ്യനായിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോ ഞാൻ എന്റെ പ്രജകളുടെ വയറ് നിറയുന്നുണ്ടോന്ന് ഇതുവരെ അന്വേഷിച്ചില്ലായിരുന്നു അല്ലേ? അപ്പൊ എന്നെ ആ ബോധത്തിലേക്ക് മാറ്റിയത് ആരാണ്? അങ്ങാണ്, അമ്മയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് കേട്ടപ്പോഴേ ജനങ്ങളെല്ലാവരും ജയ് ജയ് എന്ന് വിളിക്കാൻ തുടങ്ങി. ക്ലിയർ ആയോ മക്കളെ? എല്ലാവരും നെക്സ്റ്റ് ഇനി 12:15 ക്ലാസ് ഉണ്ടല്ലോ. എന്റെ ആഷിന് ഇടയ്ക്കിടെ പോയി വെള്ളം കുടിക്കാൻ പോയതാ? വീഡിയോ ഓഫ് ചെയ്തിട്ട് വീഡിയോ ഓഫ് ചെയ്യല്ലേ ഇതന്നെ മിസ് പറയുന്നത്. എന്നാലും എല്ലാരും കള്ളന്മാരാണ്. ഇടയ്ക്ക് വീഡിയോ ചെയ്തിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അവിടുന്ന്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും മക്കൾ എന്ത് ചെയ്യണം? 1-2 പ്രാവശ്യം അവിടെ ഇരുന്ന് വായിച്ചോ. എങ്ങോട്ടും പോകണ്ട. 12:15 ആവുന്നവരെ മിസ് അപ്പൊ ബെല്ലടിക്കും. ആ സമയം വരെ വായിച്ചോ അവിടുന്ന്. മിസ് ഞാൻ ഓരോരുത്തരെയും വായിപ്പിക്കും അടുത്ത ക്ലാസ്സിൽ. പിന്നെ അതുപോലെ കോപ്പി റൈറ്റിംഗ് ഇതുവരെ എഴുതാത്തവര് അവിടെ ഇരുന്ന് എഴുതിക്കോ. എഴുതിട്ട് മിസ്സിന് അയച്ചു തന്നേക്ക്. കോപ്പി റൈറ്റിംഗ് നല്ല നീറ്റായിട്ട് എഴുതുന്നവർക്ക് നല്ല വെരി ഗുഡ് സ്റ്റാർ ഒക്കെ തരും. നീറ്റായിട്ട് എഴുതാത്തവർക്ക് സ്റ്റാർ ഒന്നും തരില്ല. വെറുതെ എഴുതി അയക്കുന്നവർക്ക് സ്റ്റാർ ഒന്നും തരില്ല കേട്ടോ. ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. എല്ലാരും വായിക്ക്. സെറ സൊറ പറയാതെ അവിടെ ഇരുന്ന് വായിക്ക്. ഓക്കെ എബിൻ എന്താ പിന്നെ കൈവക്കിയത്? പറഞ്ഞോ. 12ാമത്തെ ലെസൺ ഇപ്പൊ വിട്ടു തരുമോ? 12ാമത്തെ ലെസൺ ഒരു പേജ് മിസ് ഇപ്പൊ അയച്ചുതരാം. 47 പേജ് വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും മിസ് ഇപ്പൊ അയച്ചുതരാം. ഓക്കെ അത് എഴുതണേ. നല്ല നീറ്റായിട്ട് എഴുതിക്കോട്ടോ എബിൻ. ഓക്കെ ബൈ. എല്ലാവരും അവിടെ ഇരുന്ന് എഴുതി പഠിക്കും. ഹിന്ദി മാത്രം ഇരുന്ന് പഠിച്ചോ.